ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്ക് സ്പേസ്. ഇന്ന് നമ്മളൊരു 30 ഡേയ്സ് ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് ഇന്ന് എടുക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തേതാണ് ഭൂപ്രകൃതി. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. ആദ്യത്തേതാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ ഓർ കിഴക്കൻ മലനിരകൾ. ആദ്യത്തേതാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ. ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, കൈലാസം, ഹിന്ദുക്കുഷ്. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, കൈലാസം, ഹിന്ദുക്കുഷ് തുടങ്ങിയവയാണ് ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ. അടുത്ത പോയിന്റാണ്, സസ്കർ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങളാണ് ഷിപ്കില ചുരം, ലിബുലേഖ് ചുരം, മനച്ചുരം. ഏതൊക്കെയാണ്? ഷിപ്കില ചുരം, ലിബുലേഖ് ചുരം, മനച്ചുരം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. 8611 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്ന മലനിര കാരക്കോറമാണ്. അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിര കാരക്കോറമാണ്. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര കാരക്കോറമാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക്. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി, ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ദ്രാസ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ദ്രാസ്. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്കാണ്. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി, ലിറ്റിൽ ടിബറ്റ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. ലഡാക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ദ്രാസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസ് ആണ്. നമ്മൾ ട്രാൻസ് ഹിമാലയൻ നിരകൾ എടുത്തു. അടുത്താണ് ഹിമാലയൻ നിരകൾ. എന്താണ് ഹിമാലയം? ഇന്തോ ആസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെഥീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഇന്തോ ആസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെഥീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം എന്ന് പറയുന്നത്. പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ ഏകദേശം 2500 കിലോമീറ്റർ ദൂരം ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു. ഹിമാലയ പർവ്വതത്തിൻ്റെ വീതി ലഡാക്ക് ഭാഗത്ത് 400 കിലോമീറ്ററും അരുണാചൽ പ്രദേശിൽ 150 കിലോമീറ്ററുമാണ്. ഹിമാലയം എന്ന വാക്കിന് അർത്ഥം എന്താണ്? മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ്. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയും അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതവും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതവും ഏതാണ് എന്ന് ചോദിച്ചാൽ ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര, അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതം എന്ന് ചോദിച്ചാൽ അത് ഹിമാലയമാണ്. ഹിമാലയ പർവ്വതനിര രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്കടിയിൽ ഒഴുകുകയും ചെയ്യുന്ന എന്ന് വിശ്വസിക്കപ്പെടുന്ന നദിയാണ് സരസ്വതി നദി. ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2ആണ്. ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവും ഉള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഹിമാലയത്തിന് 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ ഹിമാലയത്തിലെ 3 പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി എന്താണ് എന്ന് നോക്കാം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. 6000 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര.
ഗ്രേറ്റ് ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഇമ്പോർട്ടൻ്റ് ആണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉയരമേറിയ പർവ്വതനിര ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 നദികളാണ് ഗംഗയും യമുനയും. ലോകത്തെ ഉയരം കൂടിയ 10 കൊടുമുടിയിൽ 9 സ്ഥിതി ചെയ്യുന്ന ഹിമാദ്രിയിലാണ്. മൗണ്ട് എവറസ്റ്റ്, അതേപോലെ കാഞ്ചൻജംഗ, നങ്ക പർവ്വതം ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഹിമാദ്രിയിലാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിരയായ അന്നപൂർണ്ണ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. നമുക്ക് എവറസ്റ്റിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. എവറസ്റ്റിൻ്റെ നീളം 8850 മീറ്ററാണ്. പാഠപുസ്തക പ്രകാരം 8848 മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്ന് ചോദിച്ചാൽ അതും എവറസ്റ്റ് ആണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഏതാണ്? എവറസ്റ്റ് ആണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. എവറസ്റ്റ് എന്ന് നാമകരണം ചെയ്ത ബ്രിട്ടീഷ് സർവേയറാണ് ആൻഡ്രൂ വോഗ്. അടുത്താണ് കാഞ്ചൻജംഗ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അതും കാഞ്ചൻജംഗയാണ്. 8586 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹരെ കടത്തിവിടുന്ന കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. അത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. 2ാമത്തേത് എന്ന് എടുത്തു ചോദിച്ചാൽ മാത്രമാണ് അത് നന്ദാദേവി ആകുന്നത്. അടുത്താണ് ഹിമാചൽ. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. അതേപോലെ ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാചലിലെ പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? പീർ പാഞ്ചൽ, ദൗലധാർ, മഹാഭാരത പർവ്വതനിരകൾ. ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് പീർ പാഞ്ചലാണ്. കാശ്മീർ, കുളു, കാംഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. അതേപോലെ പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ്? കാശ്മീർ താഴ്വരയാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ബിയാസ് ആണ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ആണ്. സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. പൈൻ, ഓക്ക്, ദേവദാരു, ഫിർ എന്നീ മരങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിലാണ്. ഹിമാചലിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് മെർഗ്, ബുഗ്യാൽ, പയാറ്. നമ്മൾ ഹിമാദ്രി നോക്കി, ഹിമാചൽ നോക്കി. അടുത്താണ് സിവാലിക്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്തായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് സിവാലിക്. 1220 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ശിവൻ്റെ തിരുമുടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഔട്ടർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത് സിവാലിക്കാണ്. സിവാലിക്കിൻ്റെ താഴെ നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്ന പാറകളും കളിമണ്ണും നിറഞ്ഞ പ്രദേശം ഭാബർ എന്നറിയപ്പെടുന്നു. ഭാബർ പ്രദേശത്ത് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശത്തെ ടെറായി എന്ന് പറയുന്നു. ഭാബർ പ്രദേശത്ത് അപ്രത്യക്ഷമാകുന്ന ജലപ്രവാഹം വീണ്ടും ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന പ്രദേശത്തെ ടെറായി എന്ന് പറയുന്നു. ദുധ്വ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ടെറായി ആണ്. സിവാലിക് നിരകളിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളം. സിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി നീളമേറിയതും വിസ്തൃതവുമായ താഴ്വര ഡൂണുകൾ എന്ന് അറിയപ്പെടുന്നു. പ്രധാന ഡൂണുകൾ ഏതൊക്കെയാണ്? ഡെറാഡൂൺ, കോഡ്ലി ഡൂൺ, പാട്ട്ലി ഡൂൺ. ഏറ്റവും വലിയ ഡൂണ് ഡെറാഡൂൺ ആണ്. ഡൂൺസ് താഴ്വരയിലെ പ്രധാന വൃക്ഷം സാൽ മരങ്ങളാണ്. നമ്മൾ ട്രാൻസ് ഹിമാലയൻ നിരകൾ നോക്കി, ഹിമാലയൻ നിരകൾ നോക്കി. അടുത്താണ് പൂർവാചൽ ഓർ കിഴക്കൻ മലനിരകൾ. ഉത്തരപർവ്വത മേഖലയിലെ വടക്ക് കിഴക്ക് മലനിരകളിൽ, അതായത് പൂർവാചൽ നിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകൾ അറിയപ്പെടുന്ന വിവിധ പ്രാദേശിക നാമങ്ങളാണ്. നാഗാലാൻഡിലാണെങ്കിൽ നാഗ കുന്നുകൾ, മേഘാലയത്തിലാണെങ്കിൽ മണിപ്പൂർ കുന്നുകൾ, ത്രിപുര കുന്നുകൾ, ഖാസി ഗാരോ കുന്നുകൾ.
ഇങ്ങനെ അറിയപ്പെടുന്നു. ഉത്തരപർവ്വത മേഖലയിൽ നിബിഡമായി ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നത് കിഴക്കൻ മലനിരകളിലാണ്. നാഗാ കുന്നുകളിൽ ഉയരം കൂടിയ കൊടുമുടിയായി സ്ഥിതി ചെയ്യുന്ന സരാമതി കൊടുമുടിയാണ്. ലുഷായി കുന്നുകൾ, മിസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാമാണ്. മിസോറാമിലൂടെ ഒഴുകുന്ന മേഘ്ന നദിയുടെ പോഷക നദിയാണ് ബരാക്ക് നദി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻഡമാണ്, മേഘാലയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻഡം. ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ലേ ആണ്. ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ലേ. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് വിശേഷണം ഉള്ള സ്ഥലം ഏതാണ്? ചിറാപുഞ്ചിയാണ്. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് വിശേഷണമുള്ള സ്ഥലം ചിറാപുഞ്ചിയാണ്. ചിറാപുഞ്ചിയുടെ പുതിയ പേരെന്താണ്? സൊഹറ. ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര ഖാസിയാണ്. ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര ഖാസിയാണ്. ഖാസി, ഖാരോ, ജയന്തി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയയാണ്. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന അങ്കുംബെ കർണാടകയിലാണ്. കേരളത്തിൻ്റെ ചിറാപുഞ്ചി ഏതാണ്? ലക്കിടിയാണ്, വയനാട്. കേരളത്തിൻ്റെ ചിറാപുഞ്ചി ലക്കിടിയാണ്, വയനാട്. ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഉത്തരപർവ്വത മേഖലയിലെ 3 വിഭാഗങ്ങളെ പറ്റിയാണ്. ട്രാൻസ് ഹിമാലയൻ നിരകൾ, പൂർവാചൽ, കിഴക്കൻ മലനിരകൾ. നമ്മൾ ട്രാൻസ് ഹിമാലയൻ നിരകൾ എന്താണെന്ന് പഠിച്ചു. അതേപോലെ ഹിമാലയൻ നിരകൾ എന്താണെന്ന് പഠിച്ചു. അവയുടെ 3 പിരിവുകൾ പഠിച്ചു: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിനുശേഷം നമ്മൾ കിഴക്കൻ മലനിരകൾ പൂർവാചൽ മലനിരകൾ എന്നിവയെക്കുറിച്ചിട്ടാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് 10th പ്രിലിംസിൻ്റെയൊക്കെ ഹോൾ ടിക്കറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അതിനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് ഇച്ചിരി ശ്രദ്ധയൊക്കെ കൊടുത്തിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. താങ്ക് യു.